ആ ചണ്ഡികാദേവി ഈ ശുംഭനിശുംഭന്മാരുടെ ആ രാജ്യത്തിന് സമീപത്ത് പോയി നിലനിൽക്കുന്ന സമയത്ത് ആ ദേവിയുടെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ശുംഭനും നിശുംഭനും അവരുടെ നിരവധിയായിട്ടുള്ള ദൂതന്മാരെ ഈ പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി ദേവിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ വിട്ട രണ്ടുപേരാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചണ്ടൻ എന്നും മുണ്ടൻ എന്നും വിളിക്കുന്ന രണ്ട് അസുരന്മാർ. ഈ ചണ്ടനും മുണ്ടനും കൂടെ ചേർന്ന് ഭഗവതിയെ ആക്രമിക്കാൻ വരികയും ദേവിയുടെ ഹുങ്കാരം കൊണ്ട് എന്ന് വെച്ചാൽ ദേവിയുടെ അലർച്ച കൊണ്ട് തന്നെ ചണ്ടനും മുണ്ടനും അഗ്നിയായി പോയി, കത്തിപ്പോയി എന്നുമാണ് കഥയിൽ പറയുന്നത്. അങ്ങനെ ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ചതുകൊണ്ട് അവളെ ചാമുണ്ട എന്ന് വിളിക്കാൻ തുടങ്ങി. ആ ചാമുണ്ട തന്നെയാണ് ആത്യന്തികമായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ള ആ തവിട്ടുമുത്തി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ദേവി ചൈതന്യം. അത്യധികം തേജസ്സുള്ളൊരു ദേവിയാണ്. മേൽക്കൂര വേണ്ട, നേദ്യം വേണ്ട, നിത്യപൂജ വേണ്ട, എന്നാലും തേജസ്സിന് യാതൊരു കുറവുമില്ല എന്ന് മനസ്സിലാക്കുക.